ഡൽഹി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച വളരെയധികം ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. വളരെ പ്രധാനപ്പെട്ട പേരുകളൊക്കെ കേട്ടിരുന്നു. സുഷമ സ്വരാജിന്റെ മകളുടെ പേര് കേട്ടിരുന്നു. അതുപോലെ തന്നെ അവിടെ കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയുടെ പേര് കേട്ടിരുന്നു. അങ്ങനെ പല തരത്തിലുള്ള പേരുകൾ മുമ്പേ തന്നെ നമ്മൾ കേട്ടിരുന്നെങ്കിലും RSSന്റെ ഒരു നിർദ്ദേശപ്രകാരം ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രി അവിടെ വന്നിരിക്കുന്നു. വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ മുഖ്യമന്ത്രിയെ അവിടെ BJP അവരോധിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും AAP ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് അതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഡൽഹിയെ നയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അത് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളെ തന്നെ ആയിരിക്കും BJP കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെ നോക്കിക്കാണുന്നു BJPയുടെ ഈ നീക്കത്തെ? കഴിഞ്ഞ കുറെ ദിവസമായിട്ട് മാധ്യമങ്ങളെല്ലാം കൂടെ ഭയങ്കര ചർച്ചയായിരുന്നല്ലോ. ആരോ ഡൽഹി മുഖ്യമന്ത്രി? 11 ദിവസമായി. ആരെങ്കിലും അറിഞ്ഞോ? നിലവായിട്ട് BJP അനൗൺസ് ചെയ്തപ്പോഴാണ് BJP ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാന്ന് അറിയുന്നത്. അതാണ് BJP RSS. ഇതുപോലെ തന്നെ നമുക്ക് ഇവരെ പറ്റി അന്വേഷിക്കുമ്പോൾ അല്ലെ തിരക്കുമ്പോൾ വളരെ പ്രാപ്തയായിട്ടുള്ള ഒരു വനിതാ നേതാവ് വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ആരും അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ കൊള്ളാവുന്ന അവരെ നേരത്തെ ABVP കൂടി രാഷ്ട്രീയത്തിൽ വരുന്നു. ഏതാണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ ആകുന്നു, സെക്രട്ടറി ആകുന്നു, പല പല ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നു. ഏതാണ്ട് 3 ടേണായിട്ടുള്ള മുനിസിപ്പൽ കൗൺസിലറായിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് തന്നെ മൂന്നാമത്തെ തവണയാണ് ഏതാണ്ട് 29,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ആളിനെ തോൽപ്പിച്ച് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതായത് കഴിവും പ്രാപ്തിയും അവർ പ്രവർത്തിച്ച മേഖലയിൽ എല്ലാം തെളിയിച്ചിട്ടുള്ള സ്ത്രീ. കൗൺസിലറായിട്ടിരുന്ന സമയത്ത് ആരോഗ്യ മേഖലയിലും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഈ പറയുന്നത് പോലെ BJP ആഗ്രഹിക്കുന്ന മേഖലയിലെല്ലാം വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾ. അതുകൊണ്ട് തന്നെയാണ് RSS പറഞ്ഞത് അവര് മതി മുഖ്യമന്ത്രിയായിട്ട്, ആ സ്ത്രീ മതി കേന്ദ്ര തലസ്ഥാനത്ത് അല്ലെങ്കിൽ ഡൽഹി പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നോക്കുമ്പോൾ ഏറ്റവും പ്രാപ്തയായിട്ട് ഇവിടുത്തെ RSS കാണുന്നത് വനിതയാണ്. അതാണ് RSSന്റെ അല്ലെങ്കിൽ BJPയുടെയും അവരുടെ കരുതൽ. ഇവിടെ ബാക്കിയുള്ള പാർട്ടിക്കാരൻ പറയുന്നത് പോലെ ചുംബന സമരത്തിന് സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ വേറെ ചില തോന്നിവാസത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും അതാണ് സ്ത്രീ സ്വാതന്ത്ര്യമെന്നും അവന്റെ സമത്വം എന്നൊക്കെ പറഞ്ഞ് വാദിക്കുമ്പോൾ ഇവിടുത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വന്നപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ പരിശോധിച്ചാൽ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ അന്നേ മന്ത്രിസഭയിൽ വളരെ കൂടുതലായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി, മൂന്നാമത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. നിങ്ങൾക്കറിയാമോ, പ്രധാനമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് വേണമെങ്കിൽ ധനകാര്യമന്ത്രി എന്ന് പറയാം. രണ്ടാം മന്ത്രി ആരാ? ഒരു വനിതയാ. അവർ എത്ര കാലം കൊണ്ട് മന്ത്രി? അവർ വഹിച്ചിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാ? പ്രതിരോധ വകുപ്പ് വഹിച്ചിട്ടുണ്ട്, തന്ത്രപ്രധാനമായിട്ട് വകുപ്പ്. കൊള്ളാമെന്ന് പറയുമ്പോഴും അത് ആണുങ്ങളെ മാറ്റി നിർത്തി ഏൽപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടിയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കരുതൽ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാരെ മത്സരിപ്പിക്കാനും ഇന്ന് ഇന്ത്യയിലെ മറ്റ് പാർട്ടികളെക്കാട്ടി തയ്യാറാവുന്നതൊക്കെ ചെയ്യുന്ന ഈ പാർട്ടി പറയുന്ന BJP. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും, സോണിയാഗാന്ധി സംസാരിക്കും, സ്ത്രീ സമത്വത്തിന് വേണ്ടി സംസാരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റ് കൊടുത്തായിരുന്നു? എവിടെ ഇരിപ്പുണ്ട് അവിടെ സ്ത്രീ? അവർ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അടിച്ചു മാറ്റി ഭർത്താവ് ഭാര്യ ആയതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന പോലെ കോൺഗ്രസിനകത്ത് ഇടമുണ്ട് അല്ലെ? എവിടെ ഇടമുള്ളത്? എവിടെയാണ്? അപ്പൊ ആ സമയത്താണ് RSSന്റെ തീരുമാനം. RSSന്റെ തീരുമാനം എപ്പോഴും ഇങ്ങനെ ഏറ്റവും പ്രാപ്തമായവരെ കരുതി വെച്ച് ഓരോരുത്തടത്തേക്ക് തീരുമാനിക്കുന്നത്. നിങ്ങൾക്കറിയാം, പാർത്തനറിയാമോ? ഇപ്പൊ 2 ടേണായിട്ട് ഇരിക്കുന്നല്ലോ നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. UPയിലെ രണ്ടാമത്തെ ആദ്യത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ യോഗിയെ തീരുമാനിക്കുന്ന ഒരു ഘട്ടം വന്ന് 1 മാസം കഴിഞ്ഞാൽ തീരുമാനിച്ചു. അറിയോ? UP മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റത്തില്ല. താറെടുത്ത 16 പേര് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ പലരുടെയും വന്നു. അവസാനം പ്രഖ്യാപിച്ചപ്പോൾ UK മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു. ഒരു സുപ്രഭാതത്തിൽ BJP പ്രഖ്യാപിച്ച RSS തീരുമാനമായിരുന്നു. ഈ പറയുന്നത് പോലെ ഇദ്ദേഹം യോഗി ആദിത്യനാഥ്. ഇവിടെ പലർക്കും അഭിപ്രായം വന്നു, അയാളെ എന്തോന്ന് കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളാം ഈ സന്യാസിയൊക്കെ എങ്ങനെ പറയും. അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പം UP എങ്ങനെയായി? RSSന്റെ തീരുമാനം എത്തരത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതാണ്. ഈ നാളെക്കാലത്തെ UPയിലെ മുഖ്യമന്ത്രിയായിട്ട് അവതരിപ്പിച്ച യോഗി ആദിത്യനാഥിനെ ഇവിടുത്തെ ഇന്ത്യയിലുടനീളമുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു, നരേന്ദ്രമോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാക്കിയാൽ എന്താ, കൊള്ളാമോ, നല്ലതല്ലേ, അദ്ദേഹം വന്നാൽ ഇതിനെക്കാട്ടി മെച്ചമായിരിക്കും. അപ്പൊ ഇതുപോലെ നേതാക്കന്മാരെ തീരുമാനിച്ച് ഓരോ സംസ്ഥാനത്തും കൊടുക്കുന്നതിന് വേണ്ടി അട്ടിയിട്ടിരിക്കുന്ന നമ്മളറിയാത്ത നേതാക്കന്മാരെ ഉള്ളെങ്കിൽ കേഡർമാര് ഉള്ള ഒരു സംവിധാനമാണ് RSS. അതിനകത്ത് ഒരാളത്തരം കേഡർമാരാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കൊടുത്ത ഡൽഹിയുടെ 27 കൊല്ലത്തിന് ശേഷം കൊടുത്ത ഈ പറയുന്ന വനിത എന്ന് പറയുമ്പോൾ അവരെ പറ്റി കൃത്യമായ ബോധ്യം RSSനുണ്ട്. RSS അതുകൊണ്ടാണ് അവരെ മുഖ്യമന്ത്രിയാക്കാൻ പറഞ്ഞത്. ഇനിയും ഡൽഹി വേറൊരാൾക്ക് വരാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആവാതിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന വനിതാ നേതാവെന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ 10 ദിവസം ആലോചിച്ച് കൃത്യത വരുത്തി തീരുമാനമെടുക്കുന്നതിനും ആരും ആലോചിക്കാത്ത ഒരു പേര് പല സംസ്ഥാനങ്ങളും ഈ പറയുന്ന RSS കൊണ്ടുവരുന്നത് പോലെ ഡൽഹിയിലും കൊണ്ടുവരുന്നു. അത് വളരെ വിജയമായിരിക്കും. ഇനി ഡൽഹി ഈ പറയുന്ന ആപ്പിനും ഒരു കോപ്പിനും പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരത്തില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് തീരുമാനിക്കാം. ഏതായാലും നമ്മൾക്കിടെ അറിവനുസരിച്ച് എനിക്കും പ്രാർത്ഥനയും പരിശോധിക്കുമ്പോൾ തന്നെ അവർ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന മേഖലയിലെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അവർ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് താല്പര്യമുള്ളവരാണ്. അവർ ഇതിന്റെ വനിതാ സംവിധാനത്തിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ എല്ലാം കൊണ്ടും കൊള്ളാവുന്ന ഒരാളാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചു കൊടുത്തിരിക്കുന്നു. അതിന്റെ പുറകിൽ RSS ആണെങ്കിൽ എല്ലാത്തിന്റെയും പുറകിൽ RSS ആണ്. ഡൽഹി ജയിക്കാൻ കാര്യം RSS ആണ്. ഹരിയാന ജയിക്കാൻ കാര്യം RSS ആണ്. മഹാരാഷ്ട്ര ജയിക്കാൻ കാര്യം RSS ആണ്. ഇത്രയും ഏറ്റവും അടുത്തായതുകൊണ്ട് എല്ലാ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒരുപക്ഷെ BJPക്ക് കാരണമാകുന്നത് RSS ആണെന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യതയോടുകൂടി ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഡൽഹിയുടെ മുഖ്യമന്ത്രി പദവും അല്ലെങ്കിൽ ആ തീരുമാനവും ഒക്കെ സഹായമാകും. ഏതായാലും നല്ലൊരു തീരുമാനമായിട്ടാണ് നമ്മൾക്കും തോന്നുന്നത്. ഇതുവരെ കുണ്ടും കുഴിയും ആൾക്കാരെ പറ്റിച്ച് അല്ലെങ്കിൽ ഫ്രീബീസ് കൊടുത്ത് ആ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു കള്ള നാണയത്തെ പുറത്താക്കിയിട്ട് വരുന്നവർ ഇപ്പൊ തന്നെ തീരുമാനിച്ചു. പാർത്ഥൻ പറഞ്ഞതുപോലെ വിഷം കലക്കുന്നു എന്ന് പറയുന്ന ഗംഗയെ വിഷം കലക്കിക്കൊണ്ടിരുന്ന ഡൽഹി മുഖ്യമന്ത്രിയെ മറികടന്ന് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഡൽഹി ശുദ്ധീകരിക്കാൻ ഗംഗ ശുദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു. അതാണ് അവരുടെ തുടക്കം. സോറി, തെറ്റുപറ്റി, ഗംഗയല്ല യമുന ശുദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു. അതാണ് തുടക്കം. അപ്പൊ എല്ലാ രീതിയിലും വളരെ പ്ലാനിങ്ങോട് കൂടി അല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുന്നേറുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഏറ്റവും വലിയ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നമുക്ക് ഡൽഹിയിൽ ഒരുങ്ങുന്നത്. 1 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ BJP മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു തുടക്കമാണ്. ആ തുടക്കം അങ്ങ് നീണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ കാഴ്ചയിൽ നമ്മൾക്ക് ബോധ്യമാകും. സർ, 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് ഈ രേഖ ഗുപ്തയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഹാർഡ് കോർ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു വനിത, അതുപോലെ തന്നെ അഴിമതി രഹിതയായിട്ടുള്ള, അതായത് കറപ്ഷൻ ഇല്ലാത്ത വനിത, ഒപ്പം ഡൽഹിയിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും അടിസ്ഥാനപരമായി ഗ്രാസ് റൂട്ടിലിറങ്ങി BJP പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ RSSന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വനിതകളെ സംഘടിപ്പിക്കുകയും ഒരു വലിയ ചാലകശക്തിയായി മാറുകയും ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ പറയുന്ന രേഖ ഗുപ്ത എന്ന് പറയുന്നത്. ഡൽഹിയെ വളരെ കൃത്യമായ രീതിയിൽ നയിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.